പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമുക്കൊരുമിച്ച് ഭയഭക്തിയോടെ ഈ പ്രാർത്ഥനയിലായിരിക്കാം. ദൈവം നമ്മോടൊപ്പമുണ്ടെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. ഹൃദയഭാരങ്ങളും സങ്കടങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ വേദന നേരത്ത് നമുക്ക് ആശ്വാസമായി പരിശുദ്ധ അമ്മ നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് വേണ്ടി ഈശോയോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കും. അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥതയുടെ മുമ്പിൽ നമുക്ക് ഭയഭക്തിയോടെ ആയിരിക്കാം. അമ്മ മാതാവ് കൃപാസന ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് നമ്മളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ്. എല്ലാവിധ പാപത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ച് ദൈവത്തോട് ചേർക്കുവാനാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ അതെല്ലാം നമ്മുടെ വീണ്ടെടുപ്പിനായിട്ട് ദൈവം നൽകുന്നതാണെന്ന് കരുതി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം. ഭയഭക്തിയോടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, നിന്റെ മക്കളിതാ ഹൃദയം നുറുങ്ങുന്ന വേദനയുമായി നിന്നെ തേടി നിന്റെ സന്നിധിയിലേക്ക് അണഞ്ഞിരിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളം കാണുന്ന അമ്മേ, ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ ആവലാതികളും എല്ലാം മനസ്സിലാക്കി അമ്മ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, അമ്മ സ്ത്രീകളിൽ ഭാഗ്യവതിയാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ചവളാണ്. ദൈവപുത്രന് ഈ ഭൂമിയിൽ വന്ന് വസിപ്പാനായിട്ട് ആദ്യം തിരഞ്ഞെടുത്തത് അമ്മയുടെ ഉദരമാണ്. അമ്മേ മാതാവേ, ഭയഭക്തിയോടെ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഞങ്ങളെ തൃക്കം പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളെല്ലാവരും അമ്മയിൽ ആശ്രയിക്കുന്നു. അമ്മേ മാതാവേ, ഈ ഭൂമിയിൽ നന്മ ചെയ്യുവാനും അനേകം മക്കൾക്ക് മാതൃകയായി ജീവിപ്പാനും അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും തക്കവിധം ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. ഈശോനാഥ, ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമായ ജീവിതമല്ലെന്ന് മനസ്സിലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണമേ. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ പാപം ചെയ്ത് അങ്ങേ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായി മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ അത് ഞങ്ങൾ അങ്ങേക്ക് നൽകുകയാണ്. ഈശോയെ, അങ്ങേക്ക് അറിയാത്തതായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ഞങ്ങളെ സഹായിപ്പാനായിട്ട് അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. തകർച്ചകളിൽ അങ്ങ് ഞങ്ങൾക്ക് താങ്ങായി കൂടെ ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അങ്ങേ പുത്രനോട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഓരോ രോഗികളായ മക്കളുടെ അരികിലേക്കും അമ്മയൊന്ന് കടന്നു ചെല്ലണമേ. അവരുടെ രോഗാവസ്ഥയിൽ നിന്ന് അമ്മ അവരെ രക്ഷിക്കണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, മസിൽ സംബന്ധമായ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്ന നിരവധിയായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മസിലിൻ്റെ ബലക്കുറവ് മൂലം ഭാരപ്പെടുന്നൊരു മകനെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, നട്ടലിൻ്റെ വേദന മൂലം ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നട്ടലിൻ്റെ തേയ്മാനം മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ. മുട്ടുവേദനയാൽ ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ. അമ്മേ മാതാവേ, കൊളസ്ട്രോൾ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഷുഗറിൻ്റെ അസുഖം മൂലം ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ബ്ലഡ് പ്രഷർ മൂലം ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെയും ജീവിതത്തിൻ്റെ രോഗാവസ്ഥകളിലേക്ക് അമ്മയൊന്ന് കടന്നു വരണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈശോയെ, അങ്ങ് കാൽവരിയിൽ ചിന്തിയ തിരുരക്തം ഞങ്ങളിലേക്കൊന്ന് ഒഴുക്കണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ പൂർണ്ണമായി അങ്ങയിൽ വിശ്വസിക്കുന്നു. വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യങ്ങളിൽ അത്ഭുതമായി അങ്ങ് കടന്നു വരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളായ മക്കളിലേക്കും അമ്മയൊന്ന് എഴുന്നള്ളണമേ. ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് രോഗികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥനയുടെ മേൽ അമ്മ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഏറെ പണം ചിലവാക്കി നല്ല വിദ്യാഭ്യാസം നേടിയിട്ടും നല്ലൊരു ജോലി കരസ്ഥമാക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കൾക്ക് അവരാഗ്രഹിക്കുന്ന തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, അവരുടെ ജീവിതത്തെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിദേശത്തേക്ക് പോകാനായി പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന
ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ നിരാശപ്പെടുത്തരുതേ. അത്ഭുതം അമ്മ പ്രവർത്തിക്കണമേ. നല്ല റിസൾട്ട് കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിസയ്ക്കായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരാഗ്രഹിക്കുന്ന ദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ വിസയും അതിവേഗം ഒരുക്കി കൊടുക്കണമേ. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും പൂർണ്ണമായി എടുത്തു മാറ്റി അമ്മ അവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഏറെ പ്രതീക്ഷയോടെ വിദേശത്തേക്ക് പോയിട്ട് ജോലിയൊന്നും കിട്ടാതെ ഭാരപ്പെട്ടിരിക്കുന്ന നിരവധിയായ മക്കളെ അമ്മയിൽ ഏൽപ്പിക്കുന്നു. ആ മക്കളിലേക്ക് ആശ്വാസമായി അമ്മ കടന്നു ചെല്ലണമേ. അവരുടെ ഹൃദയത്തിൻ്റെ ദുഃഖത്തെ പൂർണ്ണമായി എടുത്തു മാറ്റണമേ. നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, അനേക യുവജനങ്ങൾ അമ്മേ മാതാവേ ഭാരപ്പെട്ട് അമ്മയുടെ സന്നിധിയിലായിരിക്കുന്നു. ആ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും അമ്മ കാത്തു പരിപാലിച്ചു കൊള്ളണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഏറെ വർഷങ്ങളായിട്ട് വാടക വീടുകളിൽ കഴിയുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വന്തമായി ഈ ഭൂമിയിൽ ഒരു ഭവനം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പൈതങ്ങളില്ലാതെ ഭാരപ്പെട്ട് അമ്മയുടെ സന്നിധിയിൽ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ദമ്പതികളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. വേർപാടിൻ്റെ ദുഃഖത്തിൽ കഴിയുന്നവരെ ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഓരോ മക്കളുടെയും ജീവിതങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ. ഓരോ മക്കളെയും സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പലവിധ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ആരോടും പറയാതെ ഹൃദയത്തിൽ സങ്കടങ്ങൾ ഒഴുക്കി കഴിയുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അവരിലേക്ക് ആശ്വാസമായി വഴികാട്ടിയായി അമ്മ ഇറങ്ങിച്ചെല്ലണമേ. പരിശുദ്ധ അമ്മയെ, ദൈവമാതാവേ, കടബാധിതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ പ്രയാസപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിക്കുന്നു. അമ്മേ മാതാവേ, അവരെ എല്ലാം ഏറ്റെടുക്കണമേ. കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ അവർക്ക് നേരെ തുറന്നു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ജോലിക്ക് ഉയർച്ചയ്ക്കായി ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരാഗ്രഹിക്കുന്ന സ്ഥാനത്ത് അമ്മ അവരെ എത്തിക്കണമേ. ജോലിയിൽ മാറ്റം കിട്ടാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് അതിവേഗമുള്ള വഴിവാതിലുകൾ അമ്മ തുറക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വിദേശത്തേക്ക് പോയിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് കാവലും സംരക്ഷണവും കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഗർഭിണികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്കവിധം അമ്മ അവരെ ഇടയാക്കണമേ. അമ്മേ മാതാവേ, ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നറിഞ്ഞ് ഭാരപ്പെട്ട് അമ്മയുടെ സന്നിധിയിൽ ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിക്കുന്നു. അവർക്ക് അനുഗ്രഹമുള്ള ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഹൃദയം കാണുന്ന അമ്മയെ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും
എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.